നമസ്കാരം ചങ്ങായിമാരെ. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആണ്. ഈയൊരു ദിവസം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മയ്യിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് മയ്യിൽ യുദ്ധസ്മാരക മന്ദിരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ഈ ഒരു ചടങ്ങിൻ്റെ തുടക്കം ലഫ്റ്റനന്റ് കേണൽ ഗണേഷ് ദത്ത് ജോഷി വന്നതോടുകൂടി ആരംഭിച്ചു. ഈ ഒരു ചടങ്ങിൽ എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ മയ്യിലിൻ്റെ മുൻ പ്രസിഡന്റ് ബാലകൃഷ്ണേട്ടനും സെക്രട്ടറി മോഹനൻ കാരക്കീലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടാതെ മയ്യിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാർ, അതോടൊപ്പം ഒരുപാട് അതിഥികൾ ഈ ഒരു ചടങ്ങിൽ സന്നിഹിതരായി. രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ പതാക ഉയർത്തൽ ചടങ്ങായിരുന്നു. ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ധീര ജവാന്മാർക്കായി അമർജ്യോതി ജവാൻ ജ്വലിപ്പിച്ച് പരിപാടിക്ക് സമാരംഭം കുറിക്കുകയായിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കണ്ണൂർ DSC ക്യാമ്പിലെ സൈനിക അധികാരികൾ, കണ്ണൂർ NCC ബറ്റാലിയൻ അധികാരികൾ, അതുപോലെ മയ്യിൽ സ്കൂൾ NCC കാഡറ്റുകൾ, കൂടാതെ രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകരടക്കം പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ഈ ഒരു യുദ്ധസ്മാരകത്തിന്റെ മതിൽക്കെട്ടിന്റെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട്: നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ജാഗ്രതയോടെ കൂടെയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ജവാന്മാർ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്, ഒരു വാക്കാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചു വളർന്ന നമ്മുടെ മയ്യിൽ സ്കൂളിൻ്റെ തൊട്ടുമുറ്റത്തായി ഇങ്ങനെയൊരു യുദ്ധസ്മാരകമുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ മയ്യിൽ എന്ന സ്ഥലത്തുകൂടി യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇവിടെ സന്ദർശിക്കേണ്ടതാണ്. അതും ഇവിടെ വരുമ്പോൾ വെറും കൈയോടെ വരാതെ ഇച്ചിരി പനിനീർ പുഷ്പങ്ങൾ കരുതി നമ്മുടെ ജവാന്മാർക്കായി സമർപ്പിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവായി മാറുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനവും അതുപോലെ സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ വരുമ്പോൾ ഓർമ്മിക്കുക, ഈ ഒരു സ്ഥലത്ത് വന്നു ചേർന്ന് നമ്മുടെ ജവാന്മാർക്ക് അർപ്പിക്കുന്ന ഓരോ മുദ്രാവാക്യങ്ങളും വലിയൊരു ശക്തിയാണ് നമുക്ക്. ലഫ്റ്റനന്റ് കേണൽ ജോഷി സാറും അതോടൊപ്പം മയ്യിൽ സ്കൂളിൻ്റെ കുഞ്ഞു പട്ടാളങ്ങളായ NCC കാഡറ്റുകളും ഇവരോടൊക്കെയുള്ള ഈ ഒരു നിമിഷം മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാക്കി മാറ്റി. ഒരു ഭാരതീയനായി ജനിച്ചു എന്നത് അഭിമാന മുഹൂർത്തമാണ്, അതും നമ്മുടെ നാടിൻ്റെ യുദ്ധസ്മാരകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ. ജയ് ഹിന്ദ്.